ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ സംബന്ധിച്ച പ്രതിഭാഗത്തിന്റെ വാദം തിങ്കളാഴ്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി.ജി. ശ്രീദേവി കേൾക്കും. കഴിഞ്ഞ ദിവസം കുറ്റകൃത്യങ്ങളുടെ പ്രഖ്യാപനം കോടതി നടത്തിയിരുന്നു. 15 പ്രതികളും കൊലപാതകത്തിൽ പലവിധത്തിൽ പങ്കാളികളാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ മികവാർന്ന അന്വേഷണം നടത്തിയ ഡിവൈഎസ്പി എൻ.ആർ. ജയരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലിന്റെ കൃത്യതയുള്ള വാദങ്ങൾക്കുമുള്ള അംഗീകാരമായി. 2021 ഡിസംബർ 19 നടന്ന കൊലപാതകത്തിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാനും 90-ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. തുടർന്ന് പ്രതിഭാഗത്തിന് യാതൊരു പഴുതും നൽകാത്ത വാദങ്ങളായിരുന്നു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലിൻ്റേത്. 25 വർഷമായി അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പ്രതാപ് ജി പടിക്കൽ RSS ചാരുമൂട് താലൂക്ക് കാര്യവാഹകനായിരുന്ന വള്ളികുന്നം ചന്ദ്രനെ 2007 CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു. നിലവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ പാലക്കാട് സഞ്ജിത്ത് കൊലക്കേസ്, ക്യാമ്പസ് ഫ്രണ്ടുകാർ പ്രതികളായ ചെങ്ങന്നൂർ വിശാൽ കൊലക്കേസ്, CPMകാർ പ്രതികളായ തിരുവനന്തപുരം മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസ്, കുട്ടിയുടെ അച്ഛൻ പ്രതിയായ മാവേലിക്കര നക്ഷത്ര കൊലക്കേസ് എന്നിവയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ബി.ജെ.പി. ലീഗൽ സെൽ സംസ്ഥാന സമിതി അംഗവും നിയമപുസ്തകങ്ങളുടെ രചയിതാവുമാണ് പ്രതാപ് ജി പടിക്കൽ. ഭാര്യ അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ശില്പ ശിവൻ, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രധാന കേസുകളിൽ പ്രതാപ് ജി പടിക്കലിനൊപ്പം ഹാജരാകുന്നത്. CDNet ന്യൂസ് മാവേലിക്കര.